ഹലോ ഫ്രണ്ട്സ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതിന് മുന്നിട്ട് ഞാൻ ഒരു ലോങ് വീഡിയോ ഇട്ടായിരുന്നു, പാർട്ട് 1 എന്ന് പറഞ്ഞ് കൊടൈക്കനാലിലോട്ട് പോകുന്നത്. അത് ഞാൻ മുന്തിരിപ്പാടം കണ്ടിട്ട് അടുത്തത് സുരുളി വാട്ടർഫോൾസ് കാണാൻ പോകുമെന്നും പറഞ്ഞാണ് എൻഡിങ് കൊടുത്തത്. അതിൻ്റെ ബാലൻസ് വീഡിയോ ആണ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ഫോൺ ചാർജ് ഇല്ലാത്ത കാരണം ഫോണൊരു ഹോട്ടലിൽ കയറി ചാർജിനിട്ടിട്ട് ഞങ്ങൾ അവിടെയൊക്കെ കുറച്ച് നേരം നിന്ന് ടൈം സ്പെൻഡ് ചെയ്തു. അവിടെ ചേർന്നൊരു കുഞ്ഞൊരു ക്ഷേത്രം പോലെ ഉണ്ട്. ആ ക്ഷേത്രമാണ് ഇത്. തലേന്ന് മഴ പെയ്ത്, നല്ല മഴയായിരുന്നു. അത് കാരണം സുരുളി വാട്ടർഫോൾസ് ക്ലോസ്ഡ് ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എന്തായാലും ഇത്ര കിലോമീറ്റർ ഓടി വന്നതാണ്, ഉള്ളിലോട്ട് നല്ല കിലോമീറ്റർ ഓടി വരണം, കുറച്ച് റെസ്റ്റ് എടുത്തിട്ടൊക്കെ പോകാമെന്ന് വിചാരിച്ച് അവിടെ നിന്ന്. അങ്ങനെ അവനൊരു റാബിറ്റ് വാങ്ങിച്ചു കൊടുത്തു. എൻ്റെ കുഞ്ഞിലെ വന്നതാണ് ഇവിടെ. എനിക്ക് ആ ഓർമ്മയിൽ എനിക്കിവിടെ വരണമെന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ കാണാൻ പറ്റിയില്ല. അതിനോട് ചേർന്ന് വേറൊരു ക്ഷേത്രം ഉണ്ടായിരുന്നു. അവിടെ ഒരു ആൽമരം ഉണ്ടായിരുന്നു. അവിടെയൊക്കെ നിന്ന് കുറച്ച് നേരം നടക്കുകയും വീഡിയോ എടുക്കുകയും ഫോട്ടോ എടുക്കുകയും ചെയ്തു. ഇച്ചുവിനെ നടത്തിച്ചിട്ട് പിന്നെ അവന് വരാൻ താല്പര്യമില്ല. പിന്നെ അവനെ എടുത്തുകൊണ്ട് കാറിൽ കയറിയിട്ട് നേരെ ഞങ്ങൾ കൊടൈക്കനാലിലോട്ട് പോകാമെന്ന് വിചാരിച്ച്. ഇനി എങ്ങും നിർത്തത്തില്ല എന്നുള്ള പ്ലാനിങ് ആയിരുന്നു. കാരണം കുറേ എടുത്ത് ഇറങ്ങി നല്ല ടൈം പോയി. അപ്പോൾ സന്ധ്യയ്ക്ക് മുന്നേ അങ്ങ് കൊടൈക്കനാലിൽ എത്തണം എന്നുള്ളൊരു മൈൻഡിൽ അങ്ങനെ ഞങ്ങൾ പോയി. റൂമും കാര്യങ്ങളും പോകുന്ന വഴിക്ക് സെറ്റാക്കി. ഇൻസ്റ്റയിൽ നോക്കി 2-3 വരെ വിളിച്ചു നോക്കി. അവർ വിളിച്ച് കുറച്ച് നേരം കഴിയുമ്പോൾ റൂമിൻ്റെ റേറ്റ് കിട്ടുമായിരുന്നു. എന്തായാലും ഞങ്ങൾക്ക് റൂം പോയിക്കൊണ്ടിരിക്കുക തന്നെ ഞാൻ സെറ്റാക്കി. അത്യാവശ്യം റേറ്റ് കുറവിന് റൂം തന്നെ കിട്ടി. അങ്ങനെ ഞങ്ങൾ പോയി. ഒരു 5-5:30 ആയപ്പോൾ ഞങ്ങൾ കൊടൈക്കനാലെത്തി. ഇച്ചു നല്ല ടയേർഡായ കാരണം ഒരു സമയം കഴിഞ്ഞ് അവൻ നല്ല ഉറക്കമായിരുന്നു. റൂമിലെത്തിയിട്ടും നല്ല ഉറക്കം. അവൻ എണീറ്റ് സമയം നോക്കിയിട്ട് ഞങ്ങൾ വിചാരിച്ച് പുറത്ത് പോയി ഫുഡൊക്കെ വാങ്ങിച്ചിട്ട് കയറാമെന്ന് വിചാരിച്ച്. മൂഞ്ചിക്കലാണ് ഞങ്ങൾ റൂം എടുത്തത്. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി ഫുഡൊക്കെ വാങ്ങിച്ച് അവനൊരു തൊപ്പിയും വാങ്ങിച്ച്. അവൻ്റെ കാല് ഐസ് പോലെ നടക്കുമായിരുന്നു. ഒരു സോക്സ് വാങ്ങിച്ചിട്ട് കൊടുത്തു. പക്ഷെ റൂമിൽ വന്നതിന് ശേഷം അവ സോക്സ് ഇട്ടിട്ടില്ല. വീട്ടിലോട്ട് കൊണ്ടുപോകാനായിട്ട് കുറച്ച് ചോക്ലേറ്റ്സൊക്കെ വാങ്ങിച്ച്, ഫുഡും വാങ്ങി, വാട്ടറും വാങ്ങിച്ചിട്ട് നേരെ റൂമിലോട്ട്. നല്ല തണുപ്പ്. അങ്ങനെ റൂമിലോട്ടേ നടന്നിട്ട് സ്റ്റെപ്പ് കയറാനൊന്നും വയ്യ, കാല് വേദനയായിട്ട്. അങ്ങനെ റൂമിലെത്തി. ഇതിൻ്റെ ബാലൻസ് വീഡിയോസ്, അതായത് നാളത്തെ വീഡിയോസ് വരുന്നതായിരിക്കും. എല്ലാവരും കാണുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.